ഇന്നലെ വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് 20 പേരാണ് കടലിൽ വീണത്. 20 പേര് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു. ഡിസംബർ 25-ാം തീയതി ടൂറിസം മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. ടൂറിസം മന്ത്രി വ്യക്തമാക്കണം എന്ത് സുരക്ഷയാണ് പാലത്തിലുണ്ടായിരുന്നത്, ഏത് കമ്പനിയാണ് പാലം പണിതത്, ആ പാലം പണിത ഈ കമ്പനി പണിത പാലത്തിന് സുരക്ഷ ഉണ്ടോ എന്ന് ഏത് ഏജൻസിയാണ് പരിശോധിച്ചത്? നിങ്ങൾ ആലോചിക്കണം, കടലിലാണ്, തിരമാലകൾ ആർത്തിരമ്പുന്ന കടലിലേക്കാണ് 20 പേര് വീണത്. കേരളത്തിന് പുറത്തു വന്ന ടൂറിസ്റ്റുകൾ അടക്കം എന്ത് സുരക്ഷയാണുള്ളത്? ഈ കമ്പനിക്ക് എന്ത് മാനദണ്ഡങ്ങൾ മറികടന്നാണോ ഈ നിർമ്മാണ പ്രവർത്തനം കൊടുത്തിട്ടുള്ളത്? പാലാരിവട്ടം പാലം എന്നൊക്കെ പറഞ്ഞ് കുറേ ബഹളം ഉണ്ടാക്കിയ ആളുകളാണല്ലോ, ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. പാലാരിവട്ടം പാലം എന്ന് പറഞ്ഞ് കുറേ ബഹളം ഉണ്ടാക്കിയതല്ലേ. ഇത് ചാവക്കാടൊരു പാലം പോയി നേരത്തെ, ഇപ്പോൾ രണ്ടാമത്തെ പാലമാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. ഈ 100 മീറ്റർ കടലിലേക്ക് ഈ പാലം, ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പണിയാൻ എന്ത് പരിശോധനയാണ്, എന്ത് പഠനമാണ് നടത്തിയിട്ടുള്ളത്, എന്ത് സുരക്ഷാ സംവിധാനമാണ് അതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്, ഏത് കമ്പനിയാണ് ഇത് പണിതത്, കമ്പനിക്ക് മാനദണ്ഡങ്ങൾ മറികടന്നാണോ കൊടുത്തത്, എന്ത് സുരക്ഷാ സംവിധാനമാണ് ഇതിനകത്ത് ഉണ്ടായത്? പൊട്ടി വീഴാണ് കടലിലേക്ക് ടൂറിസ്റ്റുകളെ. ഫാമിലിയായിട്ട് കുടുംബമായിട്ട് ടൂറിസം ട്രിപ്പ് പോകുന്ന ആളുകൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ കടലിൽ വീഴുക, പാലം പൊട്ടി തകർന്നു. ഉദ്ഘാടനം 25-ാം തീയതി, ഡിസംബർ 25-ാം തീയതി ഉദ്ഘാടനം. 2.5 മാസം പോലും ആയിട്ടില്ല. പൊതുമരാമത്ത് മന്ത്രിൻ്റെ ചുമതലയുള്ള ടൂറിസം മന്ത്രി ഈ കാര്യത്തിൽ മറുപടി പറയണം. മറുപടി പറഞ്ഞേ മതിയാവും. ഇല്ലെങ്കിൽ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട മറ്റു സമരപരിപാടികളിലേക്കും നിയമ നടപടികളിലേക്കും നീങ്ങും. ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ കരാർ ഇപ്പോൾ ഒരുപാട് സ്വകാര്യ കമ്പനികൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരുപാട് സ്വകാര്യ കമ്പനികൾ മാനദണ്ഡങ്ങൾ മറികടന്ന് ധാരാളം വർക്കുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളൊന്ന് പഠിക്കട്ടെ, ഇതിൻ്റെ കാര്യം വ്യക്തമാക്കണം എന്നാണ് പറയാനുള്ളത്. അതുപോലെ ഇന്നലെ മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്ന് ഒരാൾ BJPയിൽ ചേർന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഇതെന്തൊരു നാണം കെട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ചോദിച്ചു. നല്ല ചോദ്യമാണ്. ഇദ്ദേഹം 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്നു കേരളത്തിൽ, CPM-ൻ്റെ. ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കും, പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് മുൻ ധനകാര്യമന്ത്രിയായിരുന്ന കേരളത്തിലെ ഏറ്റവും സീനിയർ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന എടപ്പള്ളി കേസിലടക്കമുള്ള, എടപ്പള്ളി പോലീസ് ആക്രമണ കേസിലടക്കം പ്രതിയായിട്ടുള്ള ശ്രീ വിശ്വനാഥ മേനോൻ BJPയിലേക്ക് പോയി BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിച്ചു. ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് CPM MLA ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനം പാർട്ടി വിട്ട് BJPയിൽ ചേർന്നത്. അപ്പോൾ അന്ന് ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ആ പാർട്ടി നാണം കെട്ട പാർട്ടിയായിരുന്നു. ഈ പറയുമ്പോൾ ഒരു ആലോചന വേണ്ടേ? പറയുമ്പോൾ കോൺഗ്രസിൽ നിന്നൊരാൾ BJP പോയി, ഞങ്ങൾ സമ്മതിക്കുന്നു. ഈ ഇന്ത്യ രാജ്യത്ത് എത്ര പേര് കോൺഗ്രസ് വിട്ടു പോകുന്നുണ്ട്, CPM വിട്ടു പോകുന്നുണ്ട്. ഇന്നലെ ഹരിയാനയിൽ BJP വിട്ട് ഒരുപാട് ആളുകൾ കോൺഗ്രസിൽ ചേർന്നു, ധാരാളം ആൾ. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലായിടത്തും നടക്കുന്നതാണ്. ബംഗാളിലെയും ത്രിപുരയിലെയും ഒരു CPM നേതാവ് ഇപ്പോൾ ഇല്ല, വേറെ പാർട്ടിയിലാണ്, വേറെ പല പാർട്ടിയിലാണ്. തൃണമൂലിലും BJPയിലൊക്കെയാണ്. ത്രിപുരയിലെ മുഴുവൻ പേരും BJPയിലാണ് ചേർന്നത്. ഈ പിണറായി വിജയൻ എന്തൊരു നാണം കെട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് ചോദിച്ചത്. അതിനാണ് അദ്ദേഹത്തിനുള്ള മറുപടി. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന 16 കൊല്ലം ഇരുന്നല്ലോ. അപ്പോഴാണ് ഇത്രയും സീനിയർ നേതാവ്, സംസ്ഥാനത്തെ ഏറ്റവും ധനകാര്യമന്ത്രിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും സീനിയർ നേതാവ് പാർട്ടി വിട്ടുപോയത്. അന്ന് ആ നാണം കെട്ട പാർട്ടിയുടെ തലപ്പത്ത് ഇദ്ദേഹമല്ല ഇരുന്നിരുന്നു. എന്നിട്ട് ഈ അൽഫോൺസ് കണ്ണന്താനം പോയപ്പോഴും ഇദ്ദേഹമല്ലായിരുന്നോ പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നത്? എന്നിട്ട് പാർട്ടി വിട്ടുപോയി BJP പോയി കേന്ദ്രമന്ത്രിയായ അൽഫോൺസ് കണ്ണന്താനത്തിന് വിരുന്ന് കൊടുത്ത ആളാണ്, ഡിന്നർ കൊടുത്ത ആളാണ്. ഞാൻ നാണം കെട്ട എന്നുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറിയെയും അന്നത്തെ പാർട്ടിയെയും കുറിച്ച് നാണം കെട്ട എന്നുള്ള ചേർത്ത് വെച്ച് പറയാം. ഞാൻ അത് പറയില്ല. അപ്പം പിന്നെ ഞാനും പിണറായി വിജയനും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവില്ല.